ഒരു ഭാഗത്ത് ഇറാൻ ഇസ്രായേൽ അറ്റാക്ക് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇറാൻ ഗൾഫ് കൺട്രീസിനെ അറ്റാക്ക് ചെയ്യുന്ന വിവരം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ഒരാഴ്ചന്റെ ഉള്ളിൽ ഇറാൻ ഗൾഫ് കൺട്രീസിനെ അറ്റാക്ക് ചെയ്യുന്ന പാറ്റേണിൽ വലിയ തരത്തിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി ഗൾഫ് കൺട്രീസ് ആയിട്ടുള്ള കുവൈത്ത്, ബഹ്റൈൻ, സൗദി അറേബ്യ, അതുപോലെ അബുദാബി ഈ സ്ഥലങ്ങളിൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അറ്റാക്കിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ സർക്കാർ, അതായത് ആ രാജ്യങ്ങളുടെ സർക്കാർ ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇറാൻ ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ ഗൾഫ് കൺട്രീസിനൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തുള്ള അറ്റാക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് US ബേസിനെയും US ഫെസിലിറ്റിയെയും ഒക്കെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു ഇറാൻ ആ സമയത്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചന്റെ ഉള്ളിൽ ഗൾഫ് കൺട്രീസിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് അവർ പറയുന്നത് ഇപ്പോൾ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള അറ്റാക്കിംഗ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതുപോലെ സിവിലിയൻ ഏരിയാസിനും കവർ ചെയ്യുന്ന രീതിയിലുള്ള അറ്റാക്കിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഗൾഫ് കൺട്രീസ് ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം കുവൈത്തിന്റെ കാര്യം നോക്കാം. കുവൈത്തിൽ ഇന്നലെയും ഇന്നുമായിട്ട് നടന്നിട്ടുള്ള അറ്റാക്കിങ്ങിൽ 2 പവർ പ്ലാന്റ്സ് ഡാമേജ് ആയിട്ടുണ്ട്. അതുപോലെ വാട്ടർ ഡിസാലിനേഷൻ പ്ലാന്റ്സും ഇതുപോലെ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ട് കത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സീരിയസ് മെറ്റീരിയൽ ഡാമേജും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഫാക്ടറീസിനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഇറാന്റെ ഡ്രോൺ അറ്റാക്ക് ആണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് കുവൈറ്റ് സ്പോക്ക് പേഴ്സൺ പറയുന്നത്. കുവൈറ്റ് സ്പോക്ക് പേഴ്സൺ പറയുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുവൈത്തിന് നേരെയുള്ള അറ്റാക്സ് ഒക്കെ ടാർഗറ്റിംഗ് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ നേരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള അറ്റാക്കിംഗ് എന്നാണ് സ്പോക്ക് പേഴ്സൺ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ഓവർനൈറ്റിൽ ഒരു ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിരുന്നു ഷുവൈക്ക് ഓയിൽ സെക്ടർ കോംപ്ലക്സിനും, അതുപോലെ സിഗ്നിഫിക്കന്റ് ഡാമേജ് ടു എ ഗവൺമെന്റ് കോംപ്ലക്സ്, ഒരു ഗവൺമെന്റ് കോംപ്ലക്സിനും ഇതുപോലെ വലിയ തരത്തിലുള്ള അതായത് സിഗ്നിഫിക്കന്റ് ഡാമേജസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് സ്പോക്ക് പേഴ്സൺ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു വാട്ടർ ഡിസാലിനേഷൻ പ്ലാന്റ്സിനും ഇതുപോലെ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട് കുവൈത്തിൽ. ഈ സ്പോക്ക് പേഴ്സൺ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വലിയൊരു പ്രശ്നമാണ് എന്നൊരു രീതിയിലാണ് അവരത് പറഞ്ഞു വെക്കുന്നത്. കാരണം അവർ പറയുന്നത് ഈ ഒരു വാട്ടർ ഡിസാലിനേഷൻ പ്ലാന്റ് എന്ന് പറയുന്നത് കുവൈത്തിനായിരുന്നാലും ശരി അല്ലെങ്കിൽ മറ്റു ഗൾഫ് കൺട്രീസിനായിരുന്നാലും ശരി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം കുവൈത്തിലെ 90% വെള്ളവും ഈ പ്ലാന്റിൽ നിന്ന് വരുന്നത് എന്നാണ് ഈ സ്പോക്ക് പേഴ്സൺ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇൻ കുവൈറ്റ് അറൌണ്ട് 90% ഓഫ് ദി കൺട്രീസ് ഡ്രിങ്കിങ് വാട്ടർ കംസ് ഫ്രം ദീസ് പ്ലാന്റ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്ലാന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുപോലുള്ള പ്ലാന്റിന് നേരെയാണ് ഇപ്പോൾ ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത് എന്നാണ് കുവൈത്തി സ്പോക്ക് പേഴ്സൺ പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അറ്റാക്ക് ഉണ്ടായിട്ടും ഭാഗ്യവശാൽ ഒരു ഇഞ്ചുറീസോ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് കുവൈത്തി സ്പോക്ക് പേഴ്സൺ പറഞ്ഞു വെക്കുന്നത്. അതേതായാലും ഒരു ആശ്വാസ വാർത്ത തന്നെയാണ്. ഇനി ബഹ്റൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ബഹ്റൈനിലും സൺഡേ അതായത് ഇന്ന് മീൻസ് ഏപ്രിൽ 5-ാം തീയതി ഇറാന്റെ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഇറാന്റെ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത് ബഹ്റൈനിലെ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീന്റെ നേരെയാണ് ഈ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇറാന്റെ ഡ്രോൺ അറ്റാക്കാണ് അവിടെയും ഉണ്ടായിട്ടുള്ളത്. ഈ അറ്റാക്കിൽ അതുപോലെ ഈ അറ്റാക്ക് മാത്രമല്ല അവിടെ വേറൊരു അറ്റാക്ക് കൂടി നടന്നിട്ടുണ്ട് ഏർലി ഡേ ഇന്ന് തന്നെ. അതായത് നാഷണൽ ഓയിൽ കമ്പനിക്ക് നേരെയും ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ആ കമ്പനിക്ക് നേരെയല്ല, അതായത് കമ്പനിയുടെ സ്റ്റോറേജ് ഫെസിലിറ്റിയിലുള്ള ഒരു ഓയിൽ ടാങ്കിന് നേരെയാണ് ഹിറ്റ് സംഭവിച്ചിട്ടുള്ളത്. ഇത് കാരണം ഫയർ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ അണ്ടർ കൺട്രോൾഡായി. ഇവിടെയും നോ കാഷ്വാലിറ്റി എന്നാണ് ബഹ്റൈൻ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ഒരു തരത്തിലുള്ള കാഷ്വാലിറ്റീസും ഇല്ല. ഇനി അബുദാബിയിൽ നോക്കിക്കഴിഞ്ഞാൽ സൺഡേ ഇന്ന് തന്നെ അതായത് ഏപ്രിൽ 5-ാം തീയതി അവിടെയും ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ ആക്രമണം ഇന്റർസെപ്റ്റ് ചെയ്തതിനു ശേഷം അതിന്റെ ഡീബ്രീസ്, അതായത് ഈ മിസൈൽസിനൊക്കെ ഡീബ്രീസ് വീണിട്ടുള്ള ഒരു ഫയറാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് അബുദാബി പറയുന്നത്. അവിടെയും യാതൊരു കാഷ്വാലിറ്റി ഇല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സൗദി അറേബ്യന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ മിസൈൽസ് ഇന്ന് തന്നെ സൺഡേ മിസൈൽസ് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൗദി അറേബ്യയിൽ നിന്നും. ഇനി നോക്കിക്കഴിഞ്ഞാൽ കുവൈത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. കുവൈത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നെതന്യാഹുവും അതുപോലെ ട്രംപും ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ ആക്രമണം ഇനിയും തുടർന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രത്യാക്രമണം ഗൾഫ് കൺട്രീസിന് നേരെ ഇറാൻ അഴിച്ചുവിടും എന്നൊരു കാര്യമാണ് കുവൈത്ത് പറഞ്ഞിട്ടുള്ളത്. അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇറാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇറാന്റെ ന്യൂക്ലിയർ പ്ലേസസിലോ അല്ലെങ്കിൽ
മറ്റു തരത്തിലുള്ള ഏരിയ, അതായത് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ നേരെയോ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗൾഫ് കൺട്രീസിനെ അടിക്കുമെന്നൊരു കാര്യം ഓൾറെഡി ഇറാൻ പറഞ്ഞു വെച്ചൊരു കാര്യം തന്നെയാണ്. ഇന്ന് തന്നെ ഇറാനിലെ ഒരു ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, US ഇസ്രായേലി അറ്റാക്ക് മൂലം ന്യൂക്ലിയർ പ്ലാന്റിൽ 4ാമതും അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെ തിരിച്ചടിയായി ഗൾഫ് കൺട്രീസിനെതിരെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുമെന്നൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 48 മണിക്കൂർ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 48 മണിക്കൂർ കഴിഞ്ഞിട്ടും സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തുറന്നിട്ടില്ലെങ്കിൽ അമേരിക്ക ഇസ്രായേലും ഇറാന്റെ പല സ്ഥലങ്ങളിലും പല ഇൻഫ്രാസ്ട്രക്ചറിലും ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലേക്കും അടിക്കും എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഡൊണാൾഡ് ട്രംപ്, അതായത് US ഇസ്രായേലി ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഇവർ തിരിച്ച് ഗൾഫ് കൺട്രീസിലെ പല ഫെസിലിറ്റിയിലേക്കും അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി അടിച്ചു കഴിഞ്ഞു, ഇനിയും അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം എന്റേതായിരുന്നാലും ശരി നിങ്ങളുടേതായിരുന്നാലും ശരി ഒരുപാട് പരിചയക്കാർ, ഫാമിലീസ്, ഫ്രണ്ട്സ്, നമ്മളുടെ നെയ്ബേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് പേർ ഈ ഗൾഫ് കൺട്രീസിൽ ജോലിക്ക് പോയിട്ടുണ്ട്. അവർ മാത്രമല്ല, അവിടെ ഉള്ള ആളുകളായിരുന്നാലും ശരി, ഇനി നമ്മളല്ല പുറം രാജ്യത്തുള്ള ഒരുപാട് രാജ്യത്തുള്ള നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ തന്നെ പുറം രാജ്യത്തുള്ള ആൾക്കാർക്ക് അവിടെ പോയിട്ട് ഗൾഫ് കൺട്രീസിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊരു കാര്യമേ നമുക്കിവിടെ ചെയ്യാൻ പറ്റൂ. അതായത് അവരൊക്കെ സേഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു കാര്യം, അതിനോടൊപ്പം തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് സമാധാനപരമായിട്ടുള്ള രീതിയിൽ അവസാനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതേ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.